നക്ഷത്രത്തിന്റെ വെളിച്ചം കെട്ടുപോയാൽ പിന്നെ എല്ലായിടത്തും ഇരുട്ടായിരിക്കും. മാവേലിക്കരയിലെ ശ്രീമഹേഷിന്റെ ജീവിതം ഇരുട്ടിലായത് സ്വന്തം മകളെ, ആ നക്ഷത്രക്കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോഴാണ്. അന്ന് മുതൽ, അതായത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ മകളുടെ കൊലയാളിയാണ് ശ്രീമഹേഷ്. 6 വയസ്സുകാരിയായ മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീമഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ജീവനൊടുക്കിയെന്ന വാർത്തയും കേട്ടത് ഈ പകലാണ്. മുൻപ് ജയിലിലും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് ശ്രീമഹേഷ് മകൾ നക്ഷത്രയെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് ശ്രീമഹേഷ് ട്രെയിനിൽ നിന്ന് ചാടിയത്. മൂത്രമൊഴിക്കാൻ ട്രെയിനിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മടങ്ങുമ്പോൾ ഒപ്പമുള്ള പോലീസുകാരെ തള്ളിമാറ്റി പുറത്തേക്ക് ചാടിയെന്നാണ് വിവരം. മറ്റൊരു ട്രെയിൻ വന്നുകൊണ്ടിരുന്ന ട്രാക്കിലേക്കാണ് ശ്രീമഹേഷ് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ മാവേലിക്കര സബ് ജയിലിൽ വെച്ച് ശ്രീമഹേഷ് കഴുത്തുമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 7 രാത്രി 7:30യോടെയാണ് മകൾ നക്ഷത്രയെ മഴ ഉപയോഗിച്ച് ശ്രീമഹേഷ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് ഓടിയെത്തിയ സ്വന്തം മാതാവിനെയും ലഹരിക്കടിമയായ പ്രതി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. നക്ഷത്രയെ കൊലപ്പെടുത്തുന്നതിന് 1.5 വർഷം മുൻപാണ് ഇയാളുടെ ഭാര്യ വിദ്യ ജീവനൊടുക്കിയത്. ഭാര്യയുടെ മരണശേഷം ശ്രീമഹേഷ് വീണ്ടും വിവാഹം കഴിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മകളുള്ളതിനാലാണ് വിവാഹം നടക്കാത്തതെന്ന് വിചാരിച്ചുണ്ടായ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീമഹേഷിനെതിരെയുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച കോടതി സാക്ഷി വിസ്താരം ജനുവരി 16 ആരംഭിക്കാനായി കേസ് മാറ്റിയിരുന്നു. ന്യൂസ് 18 കൊല്ലം.